നമ്മൾ ഒരു വണ്ടി വാങ്ങാൻ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്ന കാര്യം എന്താണ്? വണ്ടിക്ക് നല്ല വിശ്വസ്തത ഉണ്ടായിരിക്കണം. വലിയ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാകരുത്, അല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരൊറ്റ ബ്രാൻഡുണ്ട്: ടൊയോട്ട. നിങ്ങൾക്കൊരു മരുഭൂമിയിലേക്ക് പോകണമെങ്കിൽ ഏത് വണ്ടി വേണമെങ്കിലും എടുത്തോ. പക്ഷേ അവിടെ നിന്ന് സുരക്ഷിതമായി തിരിച്ചു വരണമെങ്കിൽ ഒരു ടൊയോട്ട വണ്ടി തന്നെ വേണം എന്ന് വണ്ടിപ്രേമികൾക്കിടയിൽ ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. എങ്ങനെയാണ് ടൊയോട്ട ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ കാർ ബ്രാൻഡായി മാറിയത്? എന്താണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ചരിത്രം? നമുക്കൊന്ന് നോക്കാം. പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ടൊയോട്ട ആദ്യം തുടങ്ങിയത് കാർ ഉണ്ടാക്കാനല്ല, പകരം തുണി നെയ്യുന്ന മെഷീൻ അല്ലെങ്കിൽ ലൂംസ് ഉണ്ടാക്കാനായിരുന്നു. സാക്കിജി ടൊയോഡ എന്ന പ്രശസ്തനായ ജാപ്പനീസ് വ്യവസായിയാണ് ഈ കമ്പനിയുടെ അടിത്തറയിടുന്നത്. അദ്ദേഹത്തിന്റെ മകനായ കീയിച്ചിരോ ടൊയോട്ട ആണ് പിന്നീട് കാർ നിർമ്മാണത്തിലേക്ക് തിരിയുന്നത്. അങ്ങനെ 1937 ഓഗസ്റ്റ് 28-നാണ് ടൊയോട്ട മോട്ടോർ കോർപ്പറേഷൻ എന്ന കമ്പനി ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെടുന്നത്. ഇന്ന് ജപ്പാനിലെ ഐച്ചി പ്രവിശ്യയിലുള്ള ടൊയോട്ട സിറ്റിയിലാണ് ഈ ആഗോള കോർപ്പറേറ്റ് കമ്പനിയുടെ മെയിൻ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. കമ്പനി തുടങ്ങിയ കാലത്ത് ഇവരുടെ കുടുംബ പേര് ടൊയോഡ എന്നായിരുന്നെങ്കിലും എഴുതാനുള്ള എളുപ്പത്തിനും ഭാഗ്യത്തിനും വേണ്ടി പിന്നീട് അത് ടൊയോട്ട എന്ന് മാറ്റുകയായിരുന്നു. കഥയിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. യുദ്ധത്തിൽ ജപ്പാൻ ആകെ തകർന്ന് തരിപ്പണമായി. പണമോ വൻതോതിൽ അസംസ്കൃത വസ്തുക്കളോ ഒന്നും ടൊയോട്ടയുടെ കയ്യിൽ ഇല്ലായിരുന്നു. അമേരിക്കൻ കമ്പനികളായ ഫോർഡും ജനറൽ മോട്ടോഴ്സും ഒക്കെ വൻതോതിൽ പണമിറക്കി ലക്ഷക്കണക്കിന് കാറുകൾ ഉണ്ടാക്കുമ്പോൾ ടൊയോട്ടയ്ക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. അവിടെയാണ് കീയിച്ചിരോ ടൊയോട്ടയും അവരുടെ ചീഫ് എഞ്ചിനീയറായ തായ് ഇച്ചി ഓനോ എന്ന പ്രതിഭയും ചേർന്ന ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കുന്നത്. അവർ വികസിപ്പിച്ചെടുത്ത ആ സിസ്റ്റമാണ് ഇന്ന് ലോകം മൊത്തം പഠിക്കുന്ന ടൊയോട്ട പ്രൊഡക്ഷൻ സിസ്റ്റംസ് അഥവാ TPS. ഈ സിസ്റ്റത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം വരുമാനമില്ലാത്ത ഒന്നിനും പണം കളയരുത്, അതായത് എലിമിനേഷൻ ഓഫ് വേസ്റ്റ് എന്നതായിരുന്നു. ഇതിനവർ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന് ജസ്റ്റ് ഇൻ ടൈം, JIT. ഫോർഡിനെ പോലെ വണ്ടിയുടെ പാർട്സുകൾ വൻതോതിൽ വാങ്ങി കമ്പനിയിൽ കൂട്ടിയിട്ട് പണം കളയില്ല. ഒരു വണ്ടി ഉണ്ടാക്കാൻ എപ്പോഴാണ് എത്രയാണ് പാർട്സ് വേണ്ടത് അത് കൃത്യം സമയത്ത് മാത്രം ഫാക്ടറിയിൽ എത്തിക്കും. രണ്ട് ജിയോട്ക അഥവാ ഓട്ടോമേഷൻ വിത്ത് എ ഹ്യൂമൻ ടച്ച്. ഈ ഐഡിയ സത്യത്തിൽ കിട്ടിയത് ഇവരുടെ പഴയ തുണിനെയ്ത്ത് മെഷീനിൽ നിന്നാണ്. നൂൽ പൊട്ടിയാൽ ആ മെഷീൻ അപ്പോൾ തന്നെ തനിയെ നിൽക്കുമായിരുന്നു. ഇതേ കാര്യം അവർ കാർ ഫാക്ടറിയിലും കൊണ്ടുവന്നു. വണ്ടി ഉണ്ടാക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് കണ്ടാൽ ആ മെഷീൻ അവിടെ വെച്ച് തനിയെ നിൽക്കും. അതുകൊണ്ട് തെറ്റായ ഒരു പാർട്സ് പോലും അടുത്ത ഘട്ടത്തിലേക്ക് പോകില്ല. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാക്കി കമ്പനികളിലൊക്കെ വണ്ടി നിർമ്മിക്കുന്നത് നിർത്തണമെങ്കിൽ വലിയ മാനേജർമാരുടെ അനുവാദം വേണം. എന്നാൽ ടൊയോട്ടയുടെ ഫാക്ടറിയിൽ പണിയെടുക്കുന്ന ഏറ്റവും സാധാരണക്കാരനായ ഒരു തൊഴിലാളിക്ക് പോലും വണ്ടിയിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കണ്ടാൽ അവിടെയുള്ള ഒരു കയർ വലിച്ച്, ഇതിനെ ആൻഡൻ കോഡ് എന്നാണ് പറയുക, ആ പ്രൊഡക്ഷൻ ലൈൻ മൊത്തമായിട്ട് അപ്പോൾ തന്നെ നിർത്താം. തെറ്റുകൾ ഒളിച്ചു വെക്കാതെ അപ്പോൾ തന്നെ തിരുത്താനുള്ള ഈ സ്വാതന്ത്ര്യമാണ് ടൊയോട്ട കാറുകളുടെ ക്വാളിറ്റി ഇത്രയും പെർഫെക്റ്റ് ആക്കി മാറ്റുന്നത്. പിന്നെ ടൊയോട്ടയെ നയിക്കുന്ന ഒരു പ്രധാന ചിന്താഗതിയുണ്ട്: കെയ്സൻ. ലളിതമായി പറഞ്ഞാൽ നിരന്തരമായ മാറ്റം അല്ലെങ്കിൽ പുരോഗതി. ഇന്ന് ചെയ്തതിനേക്കാൾ 1% നന്നായി നാളെ എങ്ങനെ ചെയ്യാം എന്ന് അവിടുത്തെ തൊഴിലാളികൾ മുതൽ വലിയ ഓഫീസർമാർ വരെ ദിവസവും ചിന്തിക്കും. അവർ വലിയ ലംബോഗിനിയോ ഫെരാരിയോ പോലെ ഭയങ്കര സ്പീഡിന് ലക്ഷറിക്കും പിന്നാലെ പോയില്ല. പകരം വണ്ടി ഒരിക്കലും വഴിയിൽ നിൽക്കരുത് എന്ന പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ് മാത്രമാണ് അവർ ശ്രദ്ധിച്ചത്. മറ്റു കമ്പനികൾ ഒന്നിനു പുറകെ ഒന്നായി വണ്ടികൾ വൻതോതിൽ വിൽക്കാൻ നോക്കിയപ്പോൾ ഉണ്ടാക്കുന്ന ഓരോ വണ്ടിയും എങ്ങനെ 100% പെർഫെക്റ്റ് ആക്കാം എന്നാണ് ടൊയോട്ട ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ബിസിനസ് സ്കൂളുകളിൽ ടൊയോട്ട പ്രൊഡക്ഷൻ സിസ്റ്റം ഒരു പാഠപുസ്തകമായി പഠിപ്പിക്കുന്നത്. നമ്മളും കണ്ണടിച്ച് ടൊയോട്ടയുടെ വണ്ടികൾ വിശ്വസിച്ച് വാങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് ടൊയോട്ടയുടെ ഏത് വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ജനപ്രിയമായ ഇന്നോവയാണോ, ഫോർച്യൂണറാണോ, അല്ലെങ്കിൽ പവർഫുള്ളായ ലാൻഡ് ക്രൂയിസറാണോ? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.